രാവിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ദിഷു വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പടം ഉണ്ടായിരുന്നു, അത് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സമ്മതിക്കാതെ നിൽക്കുക കേട്ടോ. ദിഷു ഇപ്പം അത് കഴിക്കാനൊക്കെ കുറച്ച് മടിയാണ്. ജ്യൂസിലിട്ടിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അറിയാതെ അങ്ങ് കുടിച്ചു പോകുമല്ലോ. ഞാൻ അവൻ കാണാതെ അതിലിട്ട് അടിച്ചു കേട്ടോ. ഒറ്റയ്ക്ക് കുടിക്കണം. വലിയ ആളായി ദിഷുമോ എന്ന് പറയുന്നത് കേൾക്കാനാ. പിന്നെ അവൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചതിന് ശേഷം ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി നോക്കണമല്ലോ. ഇന്ന് പഴം വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പഴവും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈരുണ്ടല്ലോ, തൈരും കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ പഴത്തിലേക്ക് മധുരത്തിന് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആ അരപ്പ് കൂടെ അതിൽ ചേർത്ത് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഉലുവേൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറി ഏകദേശം റെഡി ആയിട്ടോ. പിന്നെ ഉലുവയും വറ്റൽമുളകും ഇട്ടിട്ട് ഒരു വറവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴം കൊണ്ടുള്ള കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഉപ്പേരിക്ക് ഞാൻ നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടിയാണ് എടുത്തത്. അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി, മീൻ തേങ്ങ അരച്ച ഒരു കറിയും ആക്കി. പിന്നെ ദിക്ഷു കഥയൊക്കെ പറഞ്ഞ് വെള്ളത്തിൽ കളിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ ഭക്ഷണം. ഓരോ ദിവസം ഓരോരോ